അവരൊക്കെ മൊബൈൽ തുറക്കുമ്പോൾ കാണുന്ന എന്താണ്? ഇതേമാതിരി പെറ്റുപോറ്റി ഉമ്മാന് ഷാജിയെ പോലുള്ള ആളുകൾ തെറി വിളിക്കുന്നതാണ്. ഇതൊക്കെ കണ്ട് വളരുന്ന തലമുറ നാളെ ഇതൊന്നും അനുകരിക്കില്ല എന്നതാണ് ഉറപ്പ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിൽ വേണ്ട. അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ സമൂഹത്തിന് തന്നെ വിപത്താണ്. ഇങ്ങനെയുള്ള ആളുകളെ സോഷ്യൽ മീഡിയയിൽ ഇന്ന് തന്നെ തുടച്ചു നീക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെ ഏത് വിധേനയും നീങ്ങാൻ തന്നെയാണ് എന്റെ തീരുമാനം. എന്നെ ബിഗ് ബോസിൽ എടുത്താ പണി കിട്ടും. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇസ്മി കൈസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഉടമക്കെതിരെ നമ്മുടെ ഷാജി നിരന്തരം തെറിയഭിഷേകം നടത്തുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും അതുപോലെ തന്നെ വാപ്പയെയും ഉമ്മയെയും സഹോദരനെയും മഞ്ചത്തിയെയും എല്ലാം തന്നെ വളരെ മോശകരമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് തെറിയ വിഷയം നടത്തുകയായിരുന്നു നമ്മുടെ ഷാജി. അതിനെതിരെ ഞാൻ ലീഗലായിട്ട് നീങ്ങുമെന്ന് കൈസ് അദ്ദേഹത്തിൻ്റെ ചാനലിൽ കൂടി വിവരങ്ങൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു. എന്നാൽ എന്തായി ആ കേസ്, എവിടെ എത്തി, അദ്ദേഹം ലീഗലായിട്ട് മൂവ് ചെയ്തോ എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ചാനൽ പുറത്തുവിട്ടിരിക്കുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷനാണ്. നിങ്ങൾ ദയവായി ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ദയവായി സബ് ചെയ്ത ശേഷം കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് ആദ്യമായി കൈസിന് എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് കേൾക്കാം. ഷാജിദക്കെതിരെ ഞാൻ കൊടുത്ത കേസ് എന്തായി എന്നുള്ളത് അറിയാലോ. ഷാജിദക്കെതിരെ ഞാൻ പ്രതികരിച്ചത് കാരണമായിട്ട് പുള്ളിക്കാരി ഒരിക്കലും ലൈവിൽ വന്നിട്ട് എന്റെ ഉമ്മാനെയും എന്റെ പെങ്ങളെയും ഞാൻ കെട്ടിയ പെണ്ണിനെയും ഒക്കെ തെറി വിളിച്ചത്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ലീഗലി മൂവ് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ആഴ്ച ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പോയ സമയത്ത് PR ആ സ്റ്റേഷനിൽ ഇല്ലായിരുന്നു. 5 മിനിറ്റ് കൊണ്ട് വരാം, അവിടെ ഇരുന്നോളും എന്ന് പറഞ്ഞ് അവരെന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ച്. അങ്ങനെ 1.5 മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്തു. 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് PR വന്നത്. അങ്ങനെ ആ സ്റ്റേഷനിൽ PR എന്നോട് സംസാരിച്ച് നേരെ എന്നെ CIന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഞാൻ കൊടുത്ത പരാതി വായിച്ചു നോക്കിയതും CI എന്നോട് തിരിച്ചു പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയോ? ഇത് ഡിഫമേഷൻ കേസാണ്, ഇത് ഇവിടെ എടുക്കാൻ പറ്റത്തില്ല, നിങ്ങൾ കോടതി വഴി മൂവ് ചെയ്തോളൂ. നൈസായിട്ട് അങ്ങോട്ട് ഒഴിവാക്കി വിട്ട് നമ്മളെ. അല്ല, ഞാനിതൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ പോയത്. എന്തായാലും നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ പോലീസുകാർ കൈ ഒഴിഞ്ഞതോടെ ഞാൻ എന്താക്കി, വേണ്ട നിയമസഹായങ്ങൾ തേടി. ഏറ്റവും വലിയ സന്തോഷം നൽകിയ കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഞാൻ ഈ ദൗത്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ എന്നെ സഹായിക്കാൻ വേണ്ടി ഒരുപാട് പേർ മുന്നോട്ട് വന്നു എന്നുള്ളതാണ്. പലരും പേര് വെളിപ്പെടുത്താൻ തയ്യാറാകാത്തത് കൊണ്ട് ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർ എന്നെ സഹായിക്കാൻ രംഗത്ത് വന്നു. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ആളുകൾ ഇവിടെ വെറുക്കുന്നുണ്ടെന്ന്. ഇത് തന്നെയാണ്, ഒരു സാധാരണക്കാരൻ ഒരു നിയമത്തിന്റെ വഴി സഞ്ചരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എതിർവശത്ത് നിൽക്കുന്നത് ഒരു സ്ത്രീയാണെങ്കിൽ ചില ബുദ്ധിമുട്ടുകളെല്ലാം നമുക്ക് നേരിടേണ്ടതായിട്ട് വരും. അതിൻ്റെ തുടക്കമാണ് കൈസ് പറഞ്ഞത്. അവിടെ സ്റ്റേഷനിൽ പോയ സമയത്ത് തന്നെ നമ്മുടെ നിയമ സംവിധാനം അത്രയ്ക്ക് ഷാർപ്പാണ്. അത് പെട്ടെന്നൊന്നും അങ്ങനെ നിയമവഴിക്ക് നമുക്ക് നടക്കാൻ തീരുമാനിച്ചാൽ പെട്ടെന്നൊന്നും നടത്തി കിട്ടുകയില്ല. അതിൻ്റെ ഒരു അനുഭവമാണ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ, പോകാൻ വേണ്ടിയിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവിടുത്തെ PRO വരുന്നത്. 10 മിനിറ്റ് എന്ന് പറഞ്ഞു പോയ ആളാണ്. അത് കഴിഞ്ഞിട്ട് CI അടുത്തേക്ക് എത്തുന്നു. CI അടുത്തേക്ക് പരാതിയെല്ലാം കൊടുത്ത ശേഷം വായിച്ചു നോക്കിയ ശേഷം അദ്ദേഹം പറയുകയാണ്, ഇതൊരു ഇൻഫർമേഷൻ കേസാണ്, ഇതിവിടെ എടുക്കാൻ വേണ്ടി പറ്റുകയില്ല, നിങ്ങൾക്ക് കോടതി മുഖാന്തരം മൂവ് ചെയ്യുന്നതാണ് നല്ലത് എന്ന നിർദ്ദേശം കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥ. ഒരു സാധാരണക്കാരൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കിട്ടാൻ വേണ്ടി നമ്മുടെ നിയമ സംവിധാനത്തെ ആശ്രയിക്കുകയാണെങ്കിൽ അവിടെ ഒന്നുകിൽ റെക്കമെൻഡ് വേണം. നമ്മൾ രാഷ്ട്രീയക്കാരെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ സംവിധാനത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, അല്ലെങ്കിൽ നിങ്ങൾ നല്ല പണക്കാരനായിരിക്കണം. അങ്ങനെയാണെങ്കിലും CI നിങ്ങൾക്ക് ചായയൊക്കെ തന്ന് അവിടെ കസാലയൊക്കെ ഇരുത്തിയ ശേഷം കാര്യങ്ങൾ പെട്ടെന്ന് തീരുമാനത്തിലെത്തിക്കും. അല്ലാതെ ഒരു സാധാരണക്കാരൻ ഇത്തരം കാര്യങ്ങളുമായിട്ട് നിയമ സംവിധാനത്തിൽ പോയി തന്നെ അയക്കും അവസ്ഥ. കൈസ് ബാക്കി കാര്യങ്ങൾ കൂടി പറയും, നമുക്ക് അതുകൂടി കേൾക്കാം. എന്തായാലും ഇവരുടെ എല്ലാം സഹായത്തോടു കൂടി ഞാൻ SP-യെയും DYSP-യെയും ബന്ധപ്പെട്ടു, കാര്യം ബോധിപ്പിച്ചു. അവർ വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു തരാമെന്ന് ഞാൻ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലേക്ക് അവർ കേസ് ഫോർവേഡ് ചെയ്തു. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസുകാരൻ എന്താക്കി, വീണ്ടും വിളിച്ച് നിങ്ങൾ ഒരു ദിവസം പോലീസ് സ്റ്റേഷനിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. ഞാൻ ആ സമയത്ത് മഞ്ചേരി ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും പോലീസുകാർ ആവശ്യപ്പെട്ട പ്രകാരം ഞാനൊരു ദിവസം അങ്ങനെ കോഴിക്കോട്ടേക്ക് ചെന്ന് അങ്ങനെ ഞാൻ അവിടെ എത്തി വിളിച്ചു നോക്കിയപ്പോൾ അവര് പറയാണ്, CI അർജന്റ് ആയിട്ട് ഒരു മീറ്റിങ്ങിന് പോയതാണ്, നിങ്ങൾ അടുത്ത ദിവസം വരുമെന്നുള്ളത്. ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അടുത്ത ദിവസം കാത്തുനിന്ന്. അങ്ങനെ അടുത്ത ദിവസം വിളിച്ചു നോക്കിയപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയോ? ഈ കേസ് ഇവിടെ എടുക്കാൻ പറ്റത്തില്ല, അവരൊരു സ്ത്രീ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് പരിമിതികളുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യ്, അവളുടെ സ്റ്റേഷൻ പരിധി കൊണ്ടുപോയി കേസ് കൊടുക്കുക, അതാകുമ്പോൾ അവളെ വിളിപ്പിക്കാനൊക്കെ എളുപ്പമാണല്ലോ എന്ന്. ഇതിനു വേണ്ടി ഞാൻ പാലക്കാട് വരെ പോകണം. എനിക്കിത് കേട്ടപ്പോൾ ഉണ്ടല്ലോ അങ്ങോട്ട് പൊളിഞ്ഞു കയറി. എന്നാൽ ഞാൻ നല്ലോണം പച്ചക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. അതിന്റെ റെക്കോർഡും കാര്യങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ട്. ഒരുമാതിരി ആളെ പൊട്ടം കളിപ്പിക്കുന്ന പരിപാടിയിൽ അവർ കാണിച്ചു വെച്ചേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവൾ ചെയ്തിട്ടുള്ളത് കോഗ്നൈസബിൾ ഒഫൻസ് ആണ്. കോഗ്നൈസബിൾ ഒഫൻസ് എന്ന് പറയുമ്പോൾ സീരിയസ് ക്രൈം. പോലീസുകാർക്ക് വാറന്റ് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യാം. അതിനുള്ള വകുപ്പുകളെല്ലാം എഴുതി ചേർത്തിട്ടാണ് ഞാൻ പരാതി നൽകിയത്. അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടും അവർ കേസ് എടുക്കുന്നില്ല എങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഞാൻ അവരോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. 15 ദിവസത്തിനുള്ളിൽ മെയിൽ വഴി എനിക്ക് വിശദീകരണം
നൽകിയിട്ടില്ലെങ്കിൽ ആ പോലീസുകാർക്ക് തന്നെ പണിയാണ്. ഇനി കേസ് എടുക്കാതിരിക്കാനുള്ള അവർ എന്ത് വിശദീകരണം നൽകിയാലും അതിനെതിരെ പോകാൻ തന്നെയാണ് എന്റെ പ്ലാൻ. അതിനെന്നെ സഹായിക്കാനായി ഒരുപാട് പേർ പിന്നിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവരുണ്ടായത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഇത്ര സ്റ്റേൺ ആയിട്ട് എനിക്ക് നിൽക്കാൻ പറ്റിയത്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ആദ്യമേ സ്റ്റേഷനിൽ പോയപ്പോൾ അവർ കേസ് എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ തിരിച്ചു വന്നേനെ. എന്തായാലും ഇതിനു വേണ്ടി കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവണം. കാരണം ഒരുപാട് ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തായാലും മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ, പിന്നോട്ടില്ല. ഇതിനൊരു അറ്റം കാണുന്നത് വരെ പരിശ്രമിക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. അതിന് എത്ര സമയം വേണ്ടി വന്നാലും അതിനുവേണ്ടി എത്ര എഫേർട്ട് ഇടേണ്ടി വന്നാലും ഞാൻ അതിന് തയ്യാറാണ്. കാരണം ഞാൻ ഇതിനൊരു സാമൂഹ്യ സേവനമായിട്ടും കൂടിയാണ് കാണുന്നത്. കാരണം നാളത്തെ തലമുറയ്ക്ക് ഇവിടെ ജീവിക്കേണ്ടതാണ്, അവർ വളരേണ്ടതാണ് അല്ലെ. അവരൊക്കെ മൊബൈൽ തുറക്കുമ്പോൾ കാണുന്ന എന്താണ്? ഇതേമാതിരി പെറ്റുപോറ്റി ഉമ്മാന് ഷാജിയെ പോലുള്ള ആളുകൾ തെറി വിളിക്കുന്നതാണ്. ഇതൊക്കെ കണ്ട് വളരുന്ന തലമുറ നാളെ ഇതൊന്നും അനുകരിക്കില്ല എന്നതാണ് ഉറപ്പ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിൽ വേണ്ട. അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ സമൂഹത്തിന് തന്നെ വിപത്താണ്. ഇങ്ങനെയുള്ള ആളുകളെ സോഷ്യൽ മീഡിയയിൽ ഇന്ന് തന്നെ തുടച്ചു നീക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെ ഏത് വിധേനയും നീങ്ങാൻ തന്നെയാണ് എന്റെ തീരുമാനം. അത് നിയമപരമായിട്ടും സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും. അങ്ങനെ മാതിരി തോന്നിവാസം കാണിച്ച് ഇവരാരും ഈ സമൂഹത്തിൽ അങ്ങനെ നെകളിച്ച് നടക്കണ്ട. എന്തായാലും സമയമെടുക്കും. പ്രത്യേകിച്ച് പോലീസുകാർ കേസെടുക്കാൻ തയ്യാറാവാത്ത സ്ഥിതിക്ക് എന്തായാലും സമയമെടുക്കും. ഇവിടുത്തെ നിയമവ്യവസ്ഥയാണ് അറിയാലോ. നമ്മൾ വീഡിയോ ചെയ്യുന്ന പോലെ ചട്ടേ എന്ന് പറഞ്ഞ കാര്യങ്ങൾ തീർക്കാൻ പറ്റും. അപ്പോൾ ഗൈസ് പറയാണ്, ഒരുപാട് ആൾക്കാർ ഈ ഷാജിക്കെതിരെയുള്ള കേസുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സഹായവുമായി എത്തി. അതുകൊണ്ട് തന്നെ അദ്ദേഹം പിന്തിരിഞ്ഞില്ല. അല്ലെങ്കിൽ അത് കേട്ടുകൊണ്ട് ഞാൻ വീട്ടിൽ പോയിരിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം SPI DYSP കണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. അതിനുശേഷം വീണ്ടും അദ്ദേഹത്തിൻ്റെ നാടായ കോഴിക്കോട് വെച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഫോൺ വരികയാണ്. അങ്ങോട്ട് പോവുകയാണ്. അതിനുശേഷം CI കാര്യങ്ങൾ ഒന്നുകൂടി ചർച്ച ചെയ്ത ശേഷം അദ്ദേഹം പറയുകയാണ്, ഇത്തരം നിൽക്കുന്നത് ഒരു സ്ത്രീയാണ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അവരുടെ സ്റ്റേഷനിൽ പോയി ഒരു കേസ് കൊടുക്കണം. കാരണം പത്തനംതിട്ട പോയിട്ട് കൊടുക്കണമെന്ന്. അദ്ദേഹം കോഴിക്കോടാണുള്ളത്. അദ്ദേഹം പറയുകയാണ് ഈ കാര്യങ്ങൾ എന്തുകൊണ്ട് കേസെടുക്കാൻ പറ്റുകയില്ല എന്ന് അദ്ദേഹത്തെ ചോദിച്ചപ്പോൾ അദ്ദേഹവുമായി ചെറിയ ക്ലാഷ് അവിടെ ഉണ്ടാവുകയാണ്, തർക്കമുണ്ടാകുന്നു. അതെല്ലാം അദ്ദേഹം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഏതായാലും പെട്ടെന്ന് കേസെടുക്കാൻ പറ്റാത്തതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു ഇമെയിലും അദ്ദേഹത്തിൻ്റെ മറുപടി തീർച്ചയായിട്ടും പോലീസിൻ്റെ അദ്ദേഹത്തിന് കിട്ടും. അതുമായി ബന്ധപ്പെട്ടും അദ്ദേഹം നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. അവസാന ശ്വാസം വരെ നീതിക്കായി പോരാടുമെന്ന് നമ്മുടെ ഇറ്റ്സ് മീ കേസ് എന്ന് പറയുന്ന ചാനലിൻ്റെ ഓണർ അറിയിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിനോട് 100% എല്ലാവിധ പിന്തുണയും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ഉറപ്പ് പറയുകയാണ്. കാരണം ഒരു കാരണവശാലും ഷാജി ചെയ്ത കാര്യത്തെ നമുക്ക് ന്യായീകരിക്കാൻ വേണ്ടി പറ്റുകയില്ല. അവളും ഒരു സ്ത്രീയാണ്, അതുപോലെ തന്നെ കൈസിൻ്റെ ഭാര്യയും ഒരു സ്ത്രീയാണ്. കൈസിനെതിരെയാണ് പറഞ്ഞത് എങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒഴിവാക്കി വിട്ടേനെ. പക്ഷേ അതല്ല, അവർ സ്ത്രീ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരാളല്ല. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ യാതൊരു പങ്കുമുള്ള ആളല്ല. ഇതുവരെ ഷാജിയെക്കുറിച്ച് ഒരു വാക്ക് പോലും പറയാത്ത ഒരു സ്ത്രീയാണ് അവരുടെ ഭാര്യ. അവരെക്കുറിച്ച് മോശമായി പറഞ്ഞ തീർച്ചയായിട്ടും അവർക്ക് നിയമ നടപടികളുമായി മുന്നോട്ട് പോവുക തന്നെ വേണം. അവസാന ശ്വാസം വരെ പോരാടുമെന്നാണ് നമ്മുടെ കൈസ് പറയുന്നത്. തീർച്ചയായിട്ടും അത് തന്നെ വേണം. അവസാനം വഴിയിൽ നിങ്ങളെത്തിയാൽ നിങ്ങൾക്ക് വിജയം നിങ്ങളുടെ കൂടെ തന്നെ ആയിരിക്കുമെന്ന് ഉറച്ച് ഞാൻ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും അത്തരം മോശകരമായ കാര്യങ്ങളാണ് അവരുടെ വീഡിയോയിൽ അവർ പറഞ്ഞത്. ഈ സോഷ്യൽ മീഡിയയിൽ ഇത്തരം കാര്യങ്ങൾ കടിഞ്ഞാണിടാൻ നമ്മുടെ നിയമ സംവിധാനത്തിന് പെട്ടെന്നൊന്നും കഴിയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണിത്. ഇതിൻ്റെ ബാക്കി നമ്മുടെ ഷാജി ഇപ്പോൾ ബിഗ് ബോസിലേക്ക് പോകുന്നതുമായി ഒരു അപ്ഡേഷൻ ഇപ്പോൾ പുതിയതായിട്ട് പുറത്ത് വന്നിട്ടുണ്ട്. മൈജി കണ്ടസ്റ്റൻ്റ് വഴിയാണ് നമ്മുടെ ഷാഹിദ ബിഗ് ബോസിലേക്ക് കയറാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ചെറിയൊരു ഭാഗമായിരുന്നു. എന്നെ ബിഗ് ബോസിൽ എടുത്താ പണി കിട്ടും. അല്ല, എനിക്ക് ഇവിടെ തല്ലുവിടാനേ ഒഴിവില്ല. ഇനി ബിഗ് ബോസിലും കൂടി പോയി ബിഗ് ബോസിൽ ഓഡിഷന് കൊടുത്തിട്ടുണ്ട് കേട്ടാ. ചിലപ്പോ എന്താ പറയാ, എന്തെങ്കിലും ആരുടെയൊക്കെ പൊട്ട വാങ്ങിക്കൊണ്ട് കിട്ടിയാൽ ചിലപ്പോ ഞാൻ. അപ്പോൾ ഷാജി പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും. ആരുടെയെങ്കിലും പൊട്ട ഭാഗ്യം കൊണ്ട് ഞാൻ ബിഗ് ബോസിൽ എത്തിയാൽ തീർച്ചയായിട്ടും അങ്ങോട്ട് പോകുമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും പോകണം ഷാജിദ, നീ ബിഗ് ബോസിലേക്ക് തീർച്ചയായിട്ടും പോകണം. എന്നിട്ട് ഇവിടെ പറയുന്ന പച്ചത്തറികളെല്ലാം തന്നെ ബിഗ് ബോസിൽ പോയിട്ട് പറയണം. അപ്പോൾ 100% ബിഗ് ബോസിൽ നീ പറയുന്നത് ആർക്കും കേൾക്കാൻ വേണ്ടി സാധിക്കില്ല. കാരണം തെറി ആയതുകൊണ്ട് ആ തെറിയെല്ലാം മ്യൂട്ട് ചെയ്യുകയാണ് അവർ പതിവ്. അതുകൊണ്ട് നിൻ്റെ സംസാരം ഞങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ടെൻഷൻ മാത്രമേ ഞങ്ങൾക്കുള്ളൂ. തീർച്ചയായിട്ടും ബിഗ് ബോസ് കൂടി നീ ഒന്ന് പോയി പയറ്റണം. കാരണം എന്നിട്ട് അവിടെ പോയിട്ട് പറയണം, എൻ്റെ ഉമ്മ അങ്ങനെയാണ് തള്ള ഇങ്ങനെയാണ് എന്നൊക്കെ പോയി പറഞ്ഞാൽ തീർച്ചയായിട്ടും നിനക്ക് ഒരുപാട് പേർ വോട്ട് ചെയ്ത് നിന്നെ വിജയിപ്പിച്ചിട്ട് ബിഗ് ബോസിൻ്റെ ഈ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു വിജയം നേടിക്കൊണ്ട് നീ വരണം. നിനക്ക് 2 ലക്ഷം 3 ലക്ഷം സബ്സ്ക്രൈബറൊക്കെ ഉള്ളല്ലേ, അവരെല്ലാ പിന്തുണ കൊണ്ട് തീർച്ചയായിട്ടും നിനക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കും. ആ ട്രോഫിയുമായിട്ട് നീ വരുന്നതും കാത്ത് കേരളത്തിൻ്റെ വയ്യോരങ്ങളിൽ ഒരുപാട് പേർ തടിച്ചു കൂടി നിനക്ക് പിന്നെ ഒരു സ്റ്റാർ പരിവേശം അതുപോലെ തന്നെ ഒരു സിനിമാ നടിയൊക്കെ ആയിട്ട് അങ്ങനെ വിലസി നടക്കാമെന്നാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും നീ അത് കളയരുത്, അവസരം നീ പായാക്കരുത്. ഈ കണ്ടസ്റ്റൻ്റ് വെച്ച് തീർച്ചയായും നീ അപേക്ഷിച്ച് കൊടുത്തില്ലേ, തീർച്ചയായിട്ടും നിനക്ക് കിട്ടും. അതുമായി ഞങ്ങൾ കാത്തിരിക്കുന്നതായിരിക്കും. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവർ നന്ദി, നമസ്കാരം.